ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ മീൻകുളം വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് 2-3 ദിവസമായി. മുഷിക്കുഞ്ഞുങ്ങളെ മേടിക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആയത്. എനിക്കത് ഇടാൻ പറ്റിയില്ലായിരുന്നു. ഈ കുളങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ഒരു ചടങ്ങിട്ട പരിപാടിയാണ് കേട്ടോ. അവിടുത്തെ ചീലാന്തി മരം നിൽക്കുന്നതുകൊണ്ട് മൊത്തം ഇലയും അതിനകത്തേ വീഴത്തുള്ളൂ. ഈ വെള്ളത്തിൽ കിടന്നത് അഴുകും. അത് കൈവച്ചെടുക്കുന്നതിനെ കാട്ടി ഒരു കമ്പ് വെട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമാണ്. കൈവച്ചെടുക്കുന്ന ഒരു മെനക്കെട്ട പരിപാടിയാണ്. വെള്ളത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തുമില്ല. എന്തെങ്കിലും ജീവികളുണ്ടോ എന്ന് നോക്കിയിട്ട് അറിയാൻ പാടാത്. വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്കത് കാണാനും പറ്റത്തില്ല. അത് മൊത്തം ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്, ബ്ലാക്ക് മോളയുണ്ട്, പ്ലേറ്റി ഉണ്ട്, അങ്ങനെ കുറേ സൈസ് മീനുകളൊക്കെ കിടപ്പുണ്ട് ഇതിനകത്ത്. ഈ മീനിൻ്റെ എല്ലാം കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഇതിനകത്ത് കിടപ്പുണ്ട്. അത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനകത്ത് ഓസിട്ട് വെള്ളം കളയുന്നു. അന്നേരം ഒരു നെറ്റ് കല്ല് വെച്ച് പൊക്കി വെച്ച് അതിനകത്തൂടെ ഞാൻ വെള്ളം വിടുന്നത്. അപ്പം മീൻ നഷ്ടപ്പെട്ടു പോകത്തില്ലല്ലോ. ഈ കുളം നിറച്ച് എനിക്ക് മീനുണ്ടായി, ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. ഒന്നിനെ നോക്കാനൊന്നും സമയം കിട്ടിയില്ല. അത് സമയമൊന്നും കിട്ടത്തൊന്നുമില്ല എനിക്ക്. പിന്നെ കുറേ കൊക്ക് കൊണ്ടുപോകും, പിന്നെ അല്ലാതെ തീറ്റയൊന്നും കൊടുക്കാതൊക്കെ കുറേയൊക്കെ ചത്തുപോയി. ഒന്നിനെ നോക്കാനുള്ള വലുതായിട്ട് സമയമൊന്നും ഇപ്പോൾ കിട്ടാറേ ഇല്ല. അതുകൊണ്ടിപ്പം ഏറെക്കുറെ മീനൊക്കെ പോയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പോൾ കുറച്ച് മീൻ മാത്രമേ ഇതിനകത്തുള്ളൂ എനിക്കിപ്പം. വല വെച്ചുകൊണ്ടിപ്പം കുറച്ച് മീനൊക്കെ അതിനകത്ത് കിടന്ന് ചാടി കളിക്കുന്നുണ്ട്. ആ മീനൊക്കെ പുറത്ത് പോകാതെ എന്തായാലും കിട്ടി. ഇനി ഇതിനകത്തും കുറേ മീനൊക്കെ കിടപ്പുണ്ട്. അതുമൊക്കെ പയ്യെ ചാവാതെ അനക്കി എടുക്കണം അതിന്. ആ നെറ്റിനകത്ത് കിടക്കുന്ന മീനൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. ഓരോന്നൊക്കെ പിടിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ചത്തുപോയാലോ. കാരണം കഷ്ടപ്പെട്ട് നുള്ളി പയ്യെ വേണം എടുക്കാൻ ഇതിന്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു കുളം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വൃത്തിയാക്കണം. അതോടെ വൃത്തിയാക്കിയിട്ട് മീനെല്ലാം കൂടെ ഒന്നിച്ചിടണം. ഒരെണ്ണം ഞാൻ വെള്ളം നിറച്ച് വെച്ചേക്കാമെന്ന് എഴുതി മുഷി കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ ഇടാനാണ്. ഞാൻ ഓർഡർ കൊടുക്കുമ്പോഴേ ഞാൻ ഇത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരെണ്ണത്തിനകത്താണ് ഞാൻ മുഷിക്കുഞ്ഞുങ്ങളെ ഇടാൻ പ്ലാൻ ചെയ്തതെങ്കിലും പക്ഷേ അവിടെ മീൻ അധികം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കൂടുതൽ മീൻ വാങ്ങിയായിരുന്നു. പിന്നെ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ എൻ്റെ റിങ് വൃത്തിയാക്കി അതിനകത്തും കൂടെ ഞാൻ കുറേ മീനെ ഇട്ടായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ ഇച്ചിരി ചെറുതാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി സൈസുള്ളൊരു ബ്ലാക്ക് മോളിയാണ്. ഇതിനകത്ത് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ മേടിച്ചിട്ടിട്ട് വർഷം 1-2 കഴിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ ഉള്ളതിൽ ഇച്ചിരി വലിയ മീൻ ഇതാണിപ്പം. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്തെ വെള്ളം ഞാൻ തുറന്ന് വിട്ടായിരുന്നു. ഇതിനകത്താണ് എൻ്റെ ഫീഗറിനെ വളർത്തുന്ന കുളം. ആ വെള്ളം പോകുന്ന പൈപ്പിൻ്റെ അടുത്ത് കരിയില വീണ് അടഞ്ഞു കിടക്കുന്നുണ്ട്. കമ്പ് വെച്ച് ഞാൻ കുത്തി കളയുമായിരുന്നു. കുത്തി കളഞ്ഞിട്ട് വെള്ളം കുറേ കളഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങളിനി കണ്ടു നോക്ക് എൻ്റെ ഫീഗറിനെ. 1 വർഷമായി ഇപ്പോൾ ഇതിനെ വളർത്താൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ കൂടെ ഉള്ളതെല്ലാം കൊക്ക് കൊണ്ടുപോയി, കുറേയൊക്കെ നഷ്ടപ്പെട്ട് കൊക്ക് കൊണ്ടുപോയി. ഇപ്പം ഈ ഒരു ഫീഗരം മാത്രം എനിക്ക് കിട്ടി. എടുക്കുന്നവർക്ക് ചെറുതായിട്ടൊന്ന് കൈതെറ്റി താഴെ വീണായിരുന്നു. ചെറിയൊരു മുറിവുണ്ട്. ഒന്നും കുഴപ്പമില്ല. 2-3 ദിവസം വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറിപ്പൊക്കോളും. മുഷി വളർത്തുന്ന കുളത്തിലൊക്കെ കൈയിട്ട് കഴിഞ്ഞാൽ അത് കടിക്കുമെന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ നല്ല ഇണങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ കൈയിടുമ്പോൾ ഇത് കടിക്കുന്നുമില്ല, എന്നെ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ കൂടെ നല്ലോണം ഇണങ്ങി കിടക്കുക. ടാങ്കിനകത്തൊക്കെ പുതിയ വെള്ളം നിറച്ചിനി മീനെല്ലാം അതിനകത്തോട്ടൊക്കെ മാറ്റിയിടുക. എല്ലാത്തിനെയും മാറ്റിയിട്ടിട്ട് ഒരു ടാങ്കിലോട്ടാണ് ഈ മീനെല്ലാം ഞാൻ മാറ്റുന്നത്. മുഷി ഇതിനകത്ത് ഇടുന്നില്ലേ, മുഷിയുടെ ടാങ്കിൽ തന്നെ ഇടുന്നുള്ളൂ. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മീനൊന്നും കിട്ടത്തില്ല. മുഷി എല്ലാത്തിനെയും തിന്നു തീർക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മുഷി എൻ്റെ ഒന്ന് തറയിൽ വീണായിരുന്നെന്ന്. അതിനുശേഷം 2 ദിവസം മീൻ വലുതായിട്ട് ഫുഡൊന്നും എടുക്കത്തില്ലായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ.